നമസ്കാരം. മന്ത്രി കെ ബി ഗണേഷ് കുമാറും തിരുവനന്തപുരത്തെ പുതിയ മേയർ വി വി രാജേഷും കുറെ ഇലക്ട്രിക് ബസ്സുകളും ഇപ്പോൾ കേരളത്തിലെ സംസാരമാണ്. ഈ സംസാരങ്ങൾ കേട്ടാൽ തോന്നും ഇവിടെ ജനങ്ങൾ മുഴുവൻ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരാണ് എന്ന്. അഥവാ പൊട്ടന്മാരാക്കിക്കൊണ്ടാണ് ഇവിടെ മന്ത്രിയും ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി പ്രത്യേകിച്ചും. മന്ത്രി 100% കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്, മന്ദബുദ്ധികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ KSRTC എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാ? ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ? ഒരു പൊതുഗതാഗത സംവിധാനമാണ്. കേരളത്തിലെ ജനങ്ങൾ, 3.5 കോടി ജനങ്ങളിൽ വലിയൊരു വിഭാഗം നികുതി കൊടുക്കുന്നുണ്ട്. മറ്റൊരു വിഭാഗം അത് നികുതിന്റെ ആ ഒരു ആനുകൂല്യം കൈപ്പറ്റി ജീവിക്കുന്നുമുണ്ട്. ഈ രണ്ട് വിഭാഗമാണല്ലോ ഇവിടെ ഉള്ളത്. മൂന്നാമതൊരു വിഭാഗം ഉണ്ടോ? ആ നികുതി കൊടുക്കുന്നവരിൽ നിന്ന് ആ നികുതി പണം പിരിച്ചെടുത്ത് ഈ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ഒപ്പം അർഹരായ മറ്റുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. ഈ സർക്കാർ ഇതാണ് ചെയ്യുന്നത്. മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ KSRTC എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്രേ. മന്ത്രിക്ക് ആരാണത് പഠിപ്പിച്ചു കൊടുത്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്? കേരളത്തിന്റെ മുക്കിലും മൂലയിലും എവിടെയാണോ ജനങ്ങൾ താമസിക്കുന്നത് അവിടെ താമസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്ക് മറ്റിടങ്ങളിലേക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഗതാഗത സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് KSRTCയുടെ ഉത്തരവാദിത്വം. അതാണ് ചെയ്തു കൊടുക്കേണ്ടത്. അത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതല്ല. നഷ്ടമാകാതിരിക്കണമെങ്കിൽ കേരളത്തിലെ മറ്റിടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആ നികുതി പണം അത് കൃത്യമായി വിനിയോഗിക്കപ്പെടണം. ഞാനൊരു മറുചോദ്യം ചോദിക്കട്ടെ. ഇവിടെ തെരഞ്ഞെടുപ്പ്, കാട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ഓരോ വോട്ടർ, ആ ഓരോ വോട്ടർക്ക് വേണ്ടിയിട്ട് ഒരു ബൂത്ത് തയ്യാറാക്കി ഈ പോളിംഗ് ഓഫീസറും മറ്റുള്ളവരും എല്ലാം BLAയും BLOയും എല്ലാം കൂടെ എത്തി അവിടെ ചെന്ന് ബൂത്ത് ഒരുക്കി കാത്തിരുന്ന് അയാൾ വന്ന് വോട്ട് ചെയ്തതിന് ശേഷം അത് മടക്കി കൊണ്ടുപോയി തിരിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. എന്തിനു വേണ്ടി എത്ര റിസ്ക് എടുക്കുന്നത്? അയാൾ വോട്ട് വേണ്ട, അത് ലാഭമല്ല, പോകുന്നത് ലാഭമല്ല എന്ന് കരുതിയാൽ പോരെ. എന്തുകൊണ്ട് അങ്ങനെ കരുതാത്തത്? അങ്ങോട്ട് കാട്ടിന്റെ ഉള്ളിൽ ഈ കുടുംകുടുക്കം വാരിക്കെട്ടിക്കൊണ്ട് പോണത് ലാഭമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വോട്ടിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പോരെ. അയാളുടെ അവകാശമാണ്, മൗലിക അവകാശമാണ് ആ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്. എന്നതുപോലെ അത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ച ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമാണ് ആ വ്യക്തി ഉൾപ്പെടെ ഉള്ളവർക്ക് സഞ്ചാരം, അവരുടെ ഭക്ഷണം, വസ്ത്രം, ഇതിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളത്. എന്ത് അതിനെക്കുറിച്ച് ആരും മിണ്ടാത്തത്? വോട്ട് വാങ്ങാൻ ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു തോന്നലുണ്ടല്ലോ, ആ തോന്നൽ എന്താ? തിരികെ ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ അതിൽ വെച്ചു കൊടുക്കാത്ത എന്താ? സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന KSRTC ബസ്സുകൾ ലാഭകരമാണോ എന്ന് നോക്കേണ്ടതില്ല. അവിടെയുള്ള ജനങ്ങൾ, ആ ജനങ്ങൾക്ക് ഏത് സമയത്താണോ അവർക്ക് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടത് ആ സമയം കണക്കാക്കി ബസ്സുകൾ അനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന ഈ ബസ്സുകൾ, എന്തിനാ തിരുവനന്തപുരത്ത് ബസ് കൊണ്ടുവന്നത്? 2-3 ചെറിയ ആവശ്യം. ഒന്ന്, നഗരത്തിൽ തിരക്ക് കൂടി വരുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ ആ തിരക്കിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും, പൊല്യൂഷനും കുറയ്ക്കാൻ പറ്റും. അതായത് അത്രത്തോളം വാഹനങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അവർ ഈ പൊതുഗതാഗത സംവിധാനം കുറഞ്ഞ ചെലവിൽ ഉപയോഗിച്ചോളും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ വാഹനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആ പുക, മറ്റ് ശല്യം, ഒച്ച, അതൊക്കെ ഇങ്ങോട്ട് നശിക്കും. അത് മാത്രമല്ല, ഇവിടെ ഈ ഇലക്ട്രിക് ബസ്സുകളാകുമ്പോൾ അതൊരു സുഖമാണ്. അതായത് ഒരു സേവനമാണ്. ആ സേവന മേഖലയ്ക്ക് വിലയിടുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇവിടെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചെയ്യുന്നത്. ഒരു നിമിഷം പോലും മന്ത്രിയായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല. അയാൾ മന്ത്രിയെ അല്ല, സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തുന്നത്. കച്ചവടം നടത്താൻ വേണ്ടി വന്ന, ഒരു ബിസിനസ് നടത്താൻ വേണ്ടി വന്ന ഒരാളാണ്, കച്ചവടക്കാരനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. അതുകൊണ്ടാണ് ലാഭത്തിന്റെ കണക്കുകൾ പറയുന്നത്. KSRTC ലാഭമല്ല എന്ന് പറയുന്നത്. ഈ ബസ്സുകളിൽ ലാഭമല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് പോകാണെന്ന് പറയുന്നത്. ലാഭമല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ലത്. എങ്ങനെ അത് പറയാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നഗരത്തിന്റെ ഉള്ളിൽ ഓടാൻ വേണ്ടി അനുവദിക്കുന്ന ബസ്സുകൾ, ഇനി അതല്ലെങ്കിൽ അതിന്റെ തൊട്ട് പരിസര പ്രദേശത്ത് കൂടി ഓടാൻ സാധിക്കുന്ന ബസ്സുകളാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഓടിക്കണം. അവിടെ ചിലപ്പോ കാല് ഓടും, ചിലപ്പോൾ ആളുണ്ടാവൂല. അങ്ങനെ തന്നെ ഓടണം. അത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നഷ്ടം വരാതിരിക്കാനുള്ള പണം, നികുതി പണം മറ്റ് ജനം കൊടുക്കുന്നുണ്ട്. ആ പണം കൃത്യമായി വിനിയോഗിക്കണം. പുട്ടടിച്ച് കൊള്ളയടിച്ചുകൊണ്ട് പോയാൽ പരിപാടി നടക്കൂല. അതാണ് ഇവിടെ നടക്കുന്നത്. സേവന മേഖലയെ മുഴുവൻ കച്ചവടവൽക്കരിക്കുന്നു. എങ്ങനെയാണ് ദുഃഖ? എങ്ങനെ ഇത് പറയാൻ നാണോ മാനോ ഉളുപ്പില്ലാതെ എങ്ങനെ ഇത് പറയാൻ പറ്റുക? അവിടെയാണ് വി വി രാജേഷിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകുന്നത്. കയറി വന്നിരുന്നപ്പോ രാഷ്ട്രീയമായിട്ടോ മറ്റോ എന്തോ വി വി രാജേഷ് എന്തൊക്കെയോ പറയുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ നഗരസഭയ്ക്കുള്ളിൽ ഓടാൻ അനുവദിച്ചിട്ടുള്ള ബസ്സുകൾ, അത് കേന്ദ്ര ഫണ്ടായാലും കേരള ഫണ്ടായാലും ഇനി കോർപ്പറേഷൻ ഫണ്ടായാലും ഇനി ഏതെങ്കിലും വ്യക്തികൾ കൊടുത്തതായാലും അത് അതിന് വിനിയോഗിക്കണം. അതിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫണ്ട് മറ്റിടങ്ങളിൽ കണ്ടെത്തണം. നഗരസഭയുടെ അധീനതയുള്ള കെട്ടിടങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളൊക്കെ എത്ര രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്ന വാടകയ്ക്ക് പുറത്തു വരുന്നുണ്ടല്ലോ. ഇപ്പോ പ്രശാന്തിന്റെ MLA താമസ കെട്ടിടത്തിന്റെ ആ വാടകന്റെ കാര്യം പുറത്തു വന്നല്ലോ. അതുപോലെ എത്ര വാടക കൊടുക്കുന്ന 400-നും 300-നും 200-നും കൊടുക്കുന്നേ. 15,000, 20,000, 25,000 വാടക കൊടുക്കേണ്ട റൂമുകൾക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ പരിധിയിൽ കോർപ്പറേഷനിലുള്ള ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ബസ് ഇട്ടിട്ടുണ്ടെങ്കിൽ
ആ ബസ്സിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് നികത്തേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനുണ്ട്. അതിന് കോർപ്പറേഷന്റെ തന്നെ സ്വത്തുവകകൾ അവിടെ ഇവിടെയും ഉണ്ട്. കൃത്യമായി അത് വിനിയോഗിക്കപ്പെട്ട് അതിന്റെ പണം കൂടി ഇതിന്റെ നഷ്ടം നികത്താൻ ഉപയോഗിക്കണം. അതായത് ജനങ്ങളുടെ സേവനം എവിടെയാണോ ആവശ്യമുള്ളത് ആ മേഖലയിൽ സേവനം നടത്താൻ ആവശ്യമായ സാമ്പത്തികം വന്നു ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ സേവനം നടത്തി കൊടുക്കണം. അതിനാണ് ഇവിടെ സർക്കാരും ഭരണ സംവിധാനവും നിലനിൽക്കേണ്ടത്. അല്ലാതെ സകല ഇടങ്ങളിൽ ഓരോരോ സെക്ഷൻ തിരിച്ചു കണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി KSEB എടുത്തു നോക്ക്. KSEB സത്യത്തിൽ ഇവിടെ സേവന മേഖല കൂടിയല്ലേ? എന്നാൽ സേവന മേഖല കൂടി അല്ലാതെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഒരു മേഖലയാക്കി മാറ്റിയത് ഈ സർക്കാരല്ലേ? തോന്നിയതുപോലെയാണ് കൂട്ടുന്നത്. ജനങ്ങളെ കൂട്ടിയിരുത്തിക്കൊണ്ട് കൂട്ടണോ കൂടണ്ടേ എന്നുള്ളത് ഹിയറിംഗ് വെക്കും. ആ ഹിയറിംഗിൽ വരുന്നത് എന്തെങ്കിലും നടപ്പിലാക്കാറുണ്ടോ? ഒരു അജണ്ട ഉണ്ടാക്കി വെച്ചിട്ട് അത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് ഒരു ഹിയറിംഗ് വെക്കുകയാണ്. ഈ സ്കൂളുകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപകനെ നിയമിക്കുന്നത് പോലെയാണ്. ഈ വരുന്ന അധ്യാപകർ വിചാരിക്കുന്നത്, പഠിപ്പിക്കാൻ വരുന്നവർ കരുതുന്നത്, ഉദ്യോഗാർത്ഥികൾ കരുതുന്നത് തങ്ങൾക്ക് അത് കിട്ടുമെന്നാണ്. സത്യത്തിൽ കിട്ടില്ല. കാരണം ആരെ നിയമിക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇത്തരത്തിലൊരു പ്രൊസീജിയറിലൂടെ കടന്നു പോകണം എന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു ഇന്റർവ്യൂ വെക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ വരുന്ന ഏതൊരു ആളും വിചാരിക്കുന്നത് തനിക്കത് കിട്ടും, തനിക്കത് ക്വാളിഫൈഡ് ആണ് എന്നൊക്കെയാണ്. പക്ഷെ കിട്ടില്ല. അവർ ആരാണോ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് അവരെ മാത്രമേ എടുക്കുള്ളൂ. വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് അതിന് വിഘാതമായി നേരെ ചുവ കാര്യങ്ങൾ നടക്കുന്നത്. എനിക്കിത് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ആരെ നിയമിക്കണം, എങ്ങനെ നിയമിക്കണം എന്നതിനെ കുറിച്ച് തീരുമാനമെടുത്തിട്ടുള്ള പല സ്കൂളുകളുടെ അവസ്ഥ. അത്തരത്തിലുള്ള ബോർഡ് ചെന്നിരുന്ന് കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറ്റൂല, അങ്ങനെയാണെങ്കിൽ ഇത് നടത്തേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കിത് അറിയാവുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. KSIB എന്ന് പറയുന്നത് ഈ തോന്നിയതുപോലെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു സിസ്റ്റം അവർ ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നിട്ട് അത് ജനങ്ങളുമായി സംഭവിച്ചിട്ട് നിൽക്കുന്നു. ജനങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ അഭിപ്രായം എന്ത് പറഞ്ഞാലും ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർ നടപ്പിലാക്കുന്നു. ഇവിടെ സർക്കാർ മേലോട്ട് നോക്കി ലാഭം എന്ന് നോക്കിയിരിക്കുന്നു. ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ കുറഞ്ഞ നിലയിൽ പണം വാങ്ങിക്കൊണ്ട് സേവനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ വലിയ ലാഭത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ KSEB ഇപ്പോഴും നഷ്ടത്തിലേക്ക് പോകുന്നു. അത് കമ്പനിയായിട്ട് നഷ്ടത്തിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നഷ്ടത്തിൽ വരുന്നതെന്നുള്ളത്. പക്ഷെ ആ ഒരു കാര്യം പരിഹരിക്കാൻ ഇവിടെ ആരും തയ്യാറല്ല. കാര്യം അങ്ങനെ പരിഹരിച്ചാൽ ചിലർക്കൊന്നും ചില കസേരകളിൽ ഇരിക്കാൻ പറ്റില്ല. അതാണ് ഈ KSRTCന്റെ കാര്യം. അത് തന്നെയാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്. ജനങ്ങളെ സേവിക്കുന്നു എന്ന ധാരണയിൽ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. അതുകൊണ്ടാണ് സേവന മേഖലകളെ മുഴുവൻ ലാഭകരമല്ല എന്ന് ഗണേഷ് കുമാർ പറയുന്നത്. മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് അസംബന്ധമാണ്, പറയാൻ പാടില്ലാത്തതാണ്. കാര്യം KSRTC എന്ന് പറയുന്നത് കേരളത്തില് വ്യാവസായികമായിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമല്ല. അങ്ങനെ കരുതുന്നത്, അങ്ങനെ പറയുന്നത് നിയമവിരുദ്ധമാണ്, തെറ്റാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർക്ക് എങ്ങോട്ടെങ്കിലും പോകാനും വരാനും വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി അതിന്റെ വകുപ്പ് KSRTC അത് കൈകാര്യം ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ചില റൂട്ടുകൾ ഒരുപക്ഷെ സാമ്പത്തികമായി ആ ഓടുന്നതിന് ചെലവിനനുസരിച്ചുള്ള വരുമാനം ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അത് മറ്റിടങ്ങളിൽ നിന്ന് കണ്ടെത്തണം. ഇനി എവിടെ നിന്നും കിട്ടുന്നില്ല, KSRTC അപ്പാടെ നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് നഷ്ടം എന്ന് കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കണം. നികുതി പണവും മറ്റു കാര്യങ്ങളും കൃത്യമായി വിനിയോഗിക്കണം. അല്ലാതെ ജനങ്ങളുടെ സഞ്ചാരം മുടക്കിക്കൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ ഗ്വാഗ വിളിച്ചുകൊണ്ട് പൊട്ടന്മാരാക്കിക്കൊണ്ട് നിന്ന് തന്നെ കളിക്കുകയല്ല വേണ്ടത്. അത് ശരിയല്ല. Different angles. Don't forget to subscribe and support this channel.